ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമൃതപ്പൊടിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഈ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസം തയ്യാറാക്കാം. അപ്പം വളരെ നല്ലൊരു പൊടിയാണ്, വളരെയധികം പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൊടി കൂടിയാണ് ഈ അമൃതപ്പൊടി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാനിതാ അത് ഉണ്ടാക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ലേശം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയാണ്. അപ്പോൾ തേങ്ങ വളരെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്കിതൊന്ന് ചെരുകിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിൽ തേങ്ങ ഇടാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത്, അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ചെടുക്കണം, കാരണം അത് നല്ല കുറുക്കി വരും. 3-4 മതിയാവും. അപ്പം നമുക്ക് കുത്തി കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇഷ്ടമല്ല കേട്ടോ, എൻ്റെ മോൾക്ക് ഇഷ്ടമല്ലത്. എൻ്റെ മോൾക്കും വലിയ ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വന്നോ വാവ? അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് കടിക്കാനായിട്ട് കിട്ടും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസാണ്. അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാനും പറ്റില്ല, എവിടേക്ക് പോകാനും പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ അമൃതപ്പൊടി വെച്ചിട്ട് പായസം മാത്രമല്ല കേട്ടോ, കേക്ക് ഉണ്ടാക്കാം, പൂരം വറുത്തത് ഉണ്ടാക്കാം, പിന്നെ പുട്ട്, ചിലർ പുട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊടി തന്നെയാണ് അമൃതപ്പൊടി. അപ്പോൾ ഇത് നമ്മുടെ കടലയാണ്. അപ്പം ഞാനിത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇവിടെ നമ്മുടെ അടുത്ത് ഉണ്ടായപ്പം ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വേണമെങ്കിൽ ഇട്ടോളിട്ടാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട പിടിക്കാനായിട്ട് വളരെ നല്ല ചാൻസാണ്. അപ്പം നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പം ഞാൻ കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. അപ്പം എല്ലാവരും വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഇത്തിരി പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പഞ്ചസാര നമുക്ക് മധുരത്തിന്, ഇത് ഈ പൊടി ഓൾറെഡി മധുരമാണ്, അത് നമുക്ക് പാകത്തിനിട്ടാൽ മതി. മുരളീലോലം ഓൾറെഡി നല്ല കുറുക്കം വന്നല്ലോ, പായസം വന്നല്ലോ, വനമാല. ഇളക്കുന്ന ആളിതാ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വന്ന് ഇളക്കുകയാണ്. മൂപ്പർക്ക് ഇതൊക്കെ നല്ല രസം. ഇതൊന്നും അല്ല കേട്ടോ സംസാരം, ഞാൻ വേറെ പറയും. ഓക്കെ, ഇനി രക്ഷയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇരിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്ക് കുടിക്കാം.
പായസം കുടിയിലാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പായസം ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ.